ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. എവിടെ നിന്ന് പഠിക്കണമെന്നറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, എവിടെ അവസാനിപ്പിക്കണമെന്നറിയില്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു SSLC ആസ്പിറന്റ് ആണോ നിങ്ങൾ? എങ്കിൽ MS സൊല്യൂഷൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് ഈ വരുന്ന ഓണപ്പരീക്ഷ സെപ്റ്റംബർ 3-ാം തീയതി തുടങ്ങുന്ന ഓണപ്പരീക്ഷ 12-ാം തീയതി കഴിഞ്ഞ് നിങ്ങളുടെ വെക്കേഷൻ കഴിഞ്ഞ് സെപ്റ്റംബർ 22-ന് ശേഷം നിങ്ങൾ സ്കൂളിലേക്ക് ചെന്ന് ഓണപ്പരീക്ഷയുടെ ആൻസർ കീ ടീച്ചേഴ്സ് തരുമ്പോൾ കംപ്ലീറ്റ് മാർക്കും ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യത്തെ 10 സ്റ്റുഡൻറ്റിൽ നിങ്ങളെ ഞാൻ ആക്കിയിരിക്കും. അതുപോലെയുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടി MS സൊല്യൂഷൻ ഇപ്പോൾ പ്രൊവൈഡ് തരുന്നത്. റിവീൽ ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഒറ്റ കാര്യം എൻ്റെ മുമ്പിൽ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണണം ഈ വീഡിയോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങൾ എത്രത്തോളം ഒക്കെയാണ്, എൻ്റെ കൂടെ നിങ്ങൾ വരാൻ റെഡിയാണോ, ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നതുകൂടി നിങ്ങൾ അവസാനം കമൻറ്റ് ചെയ്യണം. ഓക്കെ, അടിപൊളിയായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്തിക്കുകയും വേണം. ഒറ്റക്കാര്യം ഞാൻ പറയണം, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിന്നിൽ വെളിച്ചം വന്നിരിക്കും. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ കാണാം. സോ ഇത്തരം അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ MS റെഡിയാണ്, എൻ്റെ കൂടെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ വരുന്ന ഓണപ്പരീക്ഷ ഒന്നും നോക്കണ്ട, ചിൽ വൈബ്. നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണോ? ഓണപ്പരീക്ഷ പേപ്പറിൽ കാണാൻ പോകുന്ന അതേ ചോദ്യങ്ങളടങ്ങിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണോ? എങ്കിൽ ഈ പ്ലാനിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി. സാർ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തിയതൊന്നുമല്ല. നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൊഡിക്ഷൻസിനേക്കാൾ അപ്പുറത്തേക്ക് പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് MS വരിക. നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. എന്താ പ്ലാൻ എന്നറിയോ? കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ് ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിലും ഫ്രീ ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അവസാനം വരെ കേൾക്കുക. ഈ വരുന്ന ഓഗസ്റ്റ് 12-ാം തീയതി മൺഡേ തിങ്കളാഴ്ച ഓഗസ്റ്റ് 12-ാം തീയതി രാവിലെ 6 മണിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം 5 മണിയൊക്കെ യൂസ് ചെയ്യട്ടോ, 6 മണിക്ക് ഒരു ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷൻ. ഫോർ എക്സാമ്പിൾ, കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലേ വേണ്ട, നമ്മൾ സൈനു സാറിൻ്റെ മാത്സ് ആയിക്കോട്ടെ, അരിത്തമാറ്റിക് സീക്വൻസ് ഓർ സർക്കിൾ ഏതോ ആവട്ടെ, രാവിലെ 6 മണിക്ക് ആ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷൻ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് ആപ്പ് ത്രൂ നിങ്ങളത് കണ്ടിരിക്കും. ഓക്കെ, എത്ര മണിക്കാ? 6 മണിക്ക് നിങ്ങളത് കണ്ട് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ആ ഒരു 1 ഷോട്ട് റിവിഷനിലൂടെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു ഐഡിയോളജി കിട്ടി. 1 ഷോട്ട് റിവിഷനിൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതൊക്കെ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു, സാറ് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ആപ്പ് ത്രൂ കണ്ടു. നിങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ഫ്രഷായി, കിടന്നുറങ്ങാതെ നിങ്ങളൊന്ന് ഫ്രഷായി അലേർട്ടായിട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? കറക്റ്റ് 5:45 5:45 PM മുതൽ 6:45 വരെ 1 മണിക്കൂർ നിങ്ങൾ രാവിലെ കണ്ട ചാപ്റ്ററിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ സെക്ഷൻ. എന്താ? അതായത് രാവിലെ നിങ്ങൾ കണ്ടത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷനാണ്. അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ചാപ്റ്ററിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നും എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റിവിഷനിലൂടെ കണ്ടു കഴിഞ്ഞു. സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ഫ്രഷായി നിങ്ങൾ എവിടേക്ക് വരികയാണ്? ഡൗട്ട് ക്ലിയർ സെക്ഷൻ. നിങ്ങൾക്ക് ആ ചാപ്റ്റർ എടുത്തത് ആരാണോ ആ സാറോട് നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് അദ്ദേഹം കൃത്യമായ ഒരു മറുപടികൾ നൽകുകയാണ്. ആ സെക്ഷനാണ് ഡൗട്ട് ക്ലിയർ സെക്ഷൻ. 5:45 മുതൽ 6:45 വരെ. അങ്ങനെ 6:45 സമയമായി നിസ്കാരവും അതുപോലെ തന്നെയുള്ള മറ്റ് ഭൗതികപരമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കൃത്യം 7:15 PM വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് വരികയാണ്.
അവിടെ ആർക്കും ജോയിൻ ചെയ്യാം. ഫ്രീ ആയി പഠിക്കാനുള്ളവർക്കും ഓൾറെഡി ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും 7:15 PM കൃത്യമായിട്ട് യൂട്യൂബിലേക്ക് എത്താം. എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? 7:15 മുതൽ 8:45 വരെയുള്ള 1.5 മണിക്കൂർ സമയം കൊണ്ട് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് പൊന്നുമക്കളെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ നിങ്ങൾ രാവിലെ 1 ഷോട്ട് റിവിഷൻ കണ്ടത് കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ ഈവനിങ്ങിൽ 5:45 മുതൽ 6:45 വരെ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ഡൗട്ട് ക്ലിയർ സെക്ഷൻസിൽ പങ്കെടുത്തു. അതിനുശേഷം നിങ്ങൾ വരുന്നത് ആ ചാപ്റ്ററിൻ്റെ ഓണപ്പരീക്ഷയ്ക്ക് കാണാൻ പോകുന്ന ചോദ്യങ്ങളുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് സെക്ഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. അതോടുകൂടി ക്ലിയറായി. നിങ്ങൾ പഠിച്ചു, തിയറിയും ക്വസ്റ്റ്യൻസും കണ്ടു, അതിൻ്റെ റെസ്പെക്റ്റീവ് ടീച്ചറിൻ്റെ ഡൗട്ട് ക്ലിയർ സെക്ഷനിൽ നിങ്ങൾ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ ടീച്ചറിൻ്റെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചതൊക്കെ മനസ്സിലുണ്ടോ എന്നറിയാനുള്ള അടിപൊളി പക്ക 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 ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ ആ ലൈവ് 8:45 കഴിഞ്ഞു. നേരെ 8:45 മുതൽ 9:30 വരെ ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം 20 മാർക്കിന്. 20 മാർക്ക് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ട 1 മണിക്കൂർ ഇരുന്ന് എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും. അത് MCQ ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട്. MCQ ടൈപ്പ് ആപ്പ് ത്രൂ ആണ് നിങ്ങൾ എഴുതുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആപ്പിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നത് പോലെ നിങ്ങൾ എഴുതിയിരിക്കണം. അവിടെ ഞങ്ങൾക്ക് വന്ന് നോക്കാനൊന്നും കഴിയില്ല, കാര്യം ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോം അല്ലേ. അങ്ങനെ ആ യൂണിറ്റ് എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞു. എത്ര മണിക്ക്? 9:30 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? 8:45 മുതൽ 9:30 വരെ നിങ്ങൾ ആ യൂണിറ്റ് എക്സാം എഴുതി കഴിഞ്ഞു. ഇനി ഒരു സംശയം, സർ എനിക്ക് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ സംശയമുണ്ട്. അവിടെ വീണ്ടും വരികയാണ്. ആ 9:30 മണിക്ക് എക്സാം കഴിഞ്ഞ ഉടനെ 9:30 മണിക്ക് എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ആയിരിക്കും. ആ ഡിസ്കഷൻ സെക്ഷൻ ഓൾറെഡി റെക്കോർഡ് ആയിരിക്കും. അതായത് ആ ചാപ്റ്ററിൻ്റെ ആ യൂണിറ്റ് എക്സാമിൻ്റെ അതേ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും ആ രീതിയിൽ ഈ രീതിയിൽ ആൻസർ ചെയ്താൽ ഇത്ര മാർക്കാണ് ഉണ്ടാവുക എന്ന് സാറ് നിങ്ങളോട് പറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയതിന് മാർക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ അവിടെ വീണ് കഴിഞ്ഞു. നിങ്ങൾ തന്നെ സ്വയം എക്സാം എഴുതി ആ എക്സാമിൻ്റെ ആൻസർ കീ ഇങ്ങനെ എഴുതിയാൽ ഇത്ര മാർക്കാണ് ഉണ്ടാവുക എന്ന് സിൻസിയറായിട്ട് നിങ്ങൾക്ക് മാർക്കിട്ട് നോക്കി. അപ്പോൾ 20-ൽ 15 മാർക്കൊക്കെ നിങ്ങൾ തന്നെ മാർക്കിട്ടു നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ. സോ അന്നത്തെ സെക്ഷൻ അവിടെ കഴിഞ്ഞു. പിന്നീട് വീണ്ടും തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച രാവിലെ പുതിയൊരു ചാപ്റ്റർ, ബയോളജിയുടെ 1ാമത്തെ ചാപ്റ്റർ 1 ഷോട്ട് റിവിഷൻ നടത്തുന്നു. അന്ന് വൈകുന്നേരം നിങ്ങൾ 5:45 ആകുമ്പോഴേക്ക് റെഡി ആയിട്ട് 6:45 വരെ ആ ചാപ്റ്ററിൻ്റെ ഡൗട്ട് ക്ലിയർ സെക്ഷനിൽ ഇരിക്കുന്നു. അങ്ങനെ 6:45 ശേഷം 7:15 ആകുമ്പോഴേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. 7:15 മുതൽ 8:45 വരെ വീണ്ടും ബയോളജിയുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലേക്ക് നബ്ഹാൻ സാർ വരികയാണ്. ആ ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ ലൈവ് 8:45 കഴിയുന്നു. 8:45 മുതൽ 9:30 വരെ ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് എക്സാം നിങ്ങൾ എഴുതുന്നു. 9:30 ശേഷം ആ എക്സാമിൻ്റെ ആൻസർ കീ നിങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലും നല്ലൊരു സ്റ്റഡി പ്ലാൻ കേരളത്തിൽ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. ഇതിലും നന്നായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് തരാൻ കഴിയുമോ എന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ഒരു പ്ലാനിലൂടെ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇത് ഓണപ്പരീക്ഷയുടെ മാത്രം സിലബസുകളല്ല. ഇതേ പാഠങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും പോയി എഴുതാനുള്ളത്. അതുകൊണ്ട് നമ്മൾ പബ്ലിക് എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ക്ലിയർ ചെയ്ത് 100% കോൺഫിഡൻസോട് കൂടിയിട്ടാണ് സെപ്റ്റംബർ 3-ാം തീയതി ഓണപ്പരീക്ഷയുടെ ഹാളിലേക്ക് നിങ്ങളെ MS കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾ കുട്ടികളോട് പറയണം, MS-ൻ്റെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തത് കൊണ്ട് ഞാനിത് ഹാപ്പിയാണ്. ആ എക്സാമിൽ നീ കാണാത്തൊരു ചോദ്യവും ഉണ്ടാവില്ല ചെറുപ്പക്കാരാ. ഇനി നീ കാണാത്ത ചോദ്യം വന്നാൽ അത് കേരളത്തിലെ കംപ്ലീറ്റ് കുട്ടികൾക്കും എഴുതാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു. ഞാൻ പറയാത്തൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോളൂ, ആ ചോദ്യം കേരളത്തിലെ 14 ജില്ലകളിലെ 10,000-കണക്കിന് സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന 4 ലക്ഷം കുട്ടികൾക്കും ആ ചോദ്യം ടഫായിരിക്കുമെന്ന് ഉറപ്പിച്ചോ. പറയുന്നത് MS ആണ്ടാ. അറിയില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സീനിയേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഓക്കെ, സോ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഈ പ്ലാൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് ഇതിൽ വൺ ഷോട്ട് റിവിഷന്, ഡൗട്ട് ക്ലിയർ സെക്ഷന്, യൂണിറ്റ് എക്സാം ആൻസർ കീ ഡിസ്കഷൻ, ഇതൊക്കെ ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് ലഭിക്കുക. അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് വരേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ചാനലുകളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസിനെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ സെൽഫ് സ്റ്റഡി ഒക്കെ നടത്താം. പക്ഷേ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും പക്ക ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ 7:15 മുതൽ 8:45 വരെയുള്ള ലൈവിൽ നിങ്ങൾ വന്നിരിക്കണം. സാർ എനിക്ക് അങ്ങനെ പോരാ, എനിക്ക് ഈ സാറ് പറഞ്ഞ ഇതേ മെത്തേഡിൽ എനിക്ക് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 999 രൂപ മാത്രം മതി. ഇതാ MS-നൊപ്പം ഓണപ്പരീക്ഷ അടിച്ച് പൊളിച്ച് ഓണപ്പരീക്ഷാ പേപ്പറിലെ അതേ ചോദ്യങ്ങൾ, നേരത്തെ ഉത്തരങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ബെസ്റ്റ് ഓഫ് 10 ആയിട്ട് മാറാം. വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഫ്രം ബെസ്റ്റ് ഓഫ് 10. 10 സ്റ്റുഡൻസിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാം. ഒരു ക്ലാസ് റൂമിലെ അടിപൊളിയായിട്ടുള്ളൊരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറാം. ടീച്ചേഴ്സ് പിന്നീട് അങ്ങോട്ടേക്ക് അവൻ പഠിക്കുന്ന കുട്ടിയാ എന്ന് പറഞ്ഞിരിക്കും. 999 രൂപ മാത്രം മതി ആ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. 999 ഒരു രൂപയും കൂടി ഇട്ടോ, 1000 രൂപ. 1000 രൂപയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസ് കംപ്ലീറ്റ് കിട്ടുകയാണ് അല്ലേ? ഈ ഒരു ഞാൻ ഈ പറയുന്ന പ്ലാനിലൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റെഡിയല്ലേ? യെസ്. ഇനി ആ ഒരു പ്ലാനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, MS-ൻ്റെ കൂടെ ആപ്പിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ 80 75 12 50 31 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കോ 70 12 67 00 55 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്കോ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വാട്സപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിക്കുക. കംപ്ലീറ്റും എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫുകളൊക്കെ ഞങ്ങൾ ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാഫുകളൊക്കെ കണ്ണു ചോരില്ലാത്തവരൊന്നുമല്ല. MS-ൻ്റെ ഫാമിലിയിലേക്ക് മെമ്പറായിട്ട് വന്നതാണ്. MS ഫാമിലി മെമ്പേഴ്സാണ്. നിങ്ങളുടെ ഇവിടെയുള്ള ഓരോ സ്റ്റാഫുകളെ പോലെയല്ല, എന്താ പറയുക, സഹോദരന്മാരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ബോണ്ടാണ്. MS സൊല്യൂഷൻസിലേക്ക് വിശ്വസിച്ച് വരുന്ന കുട്ടികളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മെൻറ്റേഴ്സ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട്. സ്റ്റുഡിയോ ഓരോരുത്തരും നമ്മൾ 1 by 1 ആയിട്ട് പറയണം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാച്ചിൽ ജോയിൻ ചെയ്യണം. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 കുട്ടികൾക്ക് മാത്രമേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാര്യം കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം വെറുതെ എന്തിനാ ഒരുപാട് കുട്ടികളൊക്കെ കൺജക്റ്റ് ചെയ്തതിനേക്കാൾ നല്ലത് ഒരു 100 കുട്ടികളെ സെലക്ട് ചെയ്ത് ഒരു ബാച്ചാക്കി മാറ്റുക, ഓണം സ്പെഷ്യൽ ബാച്ച്. അവർക്ക് ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ഇനി വേണ്ട സാർ എനിക്ക് ഈ പ്ലാൻ മാത്രം വേണ്ട, എനിക്ക് കംപ്ലീറ്റ് സാറിനോട് കൂടെ 1 ഇയർ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബെൻടൺ ബാച്ച്, ന്യൂട്ടൺ ബാച്ച്, 1 വർഷത്തെ ബാച്ച് ഉണ്ട്. റേറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മെൻറ്റേഴ്സിനോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി അതല്ല സാർ എനിക്ക് നിങ്ങളെ ക്ലാസ്സോ പ്ലാനോ പണ്ടാരോ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഷുവർ A+ ബുക്കില്ലേ, സാറിൻ്റെ സ്വന്തം ബുക്ക്, പഠിച്ചാൽ A+ കിട്ടുന്ന ഉറപ്പ് കിട്ടുന്ന ആ ഒരു ബുക്കില്ലേ, 5 സയൻസ് വിഷയങ്ങളിലെ ഫുൾ മാർക്ക് കിട്ടുന്ന ആ ഒരു ബുക്ക്, എനിക്ക് ആ ബുക്ക് മതി സാർ എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇതാ 699 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇനി അതല്ല MS സൊല്യൂഷൻസിൻ്റെ 1 വർഷത്തെ ബെൻടൺ ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് വെറും 599 രൂപയുള്ളൂ. 5 സയൻസ് വിഷയങ്ങളുടെ പുസ്തകം വീട്ടിലെത്തിയിരിക്കും. അതിലുള്ള ചോദ്യം, അതിലില്ലാത്തൊരു ചോദ്യം എക്സാമിന് ചോദിക്കില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക്, എസ്എ ടൈപ്പ് ഹിസ്റ്ററിയിലൊക്കെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ മാർക്ക് വൈസിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. പൊതുവെ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, പലർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആൻസേഴ്സ് ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, ആൻസർ ഒരു ചോദ്യം അതിനുത്തരം, ചോദ്യം അതിനുത്തരം, കറക്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, കറക്റ്റ് മാർക്ക് വൈസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പുസ്തകമാണ് MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക്. ആ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല ബാച്ചിൽ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പേഴ്സിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്ലാന് മറക്കണ്ട. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സാർ എനിക്ക് കമൻറ്റ് വരും, സാർ എനിക്ക് ഈ പ്ലാന് വേണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല സാർ, ഞാൻ 1000 രൂപയെ ചോദിക്കുന്നുള്ളൂ, മറ്റ് 2000 3000 4000 ഒന്നും ചോദിക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ഒരു മനുഷ്യനില്ല. കാര്യം ഇവൻ അംബാനിക്ക് പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇത് എവിടെ കൊണ്ടുവെക്കും?
ഇങ്ങനെ വരുന്ന ആൾക്ക് അതിനേക്കാൾ കൂടുതൽ ഓരോ വർഷം വരുത്തണമെന്ന് ബുദ്ധിമുട്ടുണ്ട്, പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണം. പക്ഷേ ഇതൊരു സ്റ്റാർട്ടപ്പ് അല്ലേ. MS സൊല്യൂഷൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ഞാൻ മാക്സിമം ചെയ്തിരിക്കും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ 999 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പ്ലാൻ സെറ്റാക്കി തരും. ഓക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇൻഷാ അല്ലാ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കും. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഞാൻ വെറുതെ എന്താ പറയുക, സങ്കടം കൊണ്ട് പറയല്ല. ഈ ഒരു സ്റ്റുഡിയോ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ കറണ്ട് ബില്ല്, അതിൻ്റെ വാടക, ക്യാമറൻ്റെ റേറ്റ്, ലാപ്ടോപ്പ്, ഒരു HDMI കേബിളിന് വരെ 3000 രൂപയാണ് ഒരൊറ്റ കേബിളിന് വരെ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആലോചിക്കുക. കാര്യം ഞാനിപ്പോൾ ട്യൂഷനോ ക്ലാസ് എടുക്കുമ്പോൾ പാരൻസ് വന്നിട്ട് സാറേ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട് വയ്ക്കുമ്പോൾ സാറേ കറണ്ട് ബില്ല് അത് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ട്യൂഷന് കറണ്ട് ബില്ലുണ്ട്, വാടകയുണ്ട്, ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കണം, കൃത്യമായിട്ട് ശമ്പളം കൊടുത്താലേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വരുള്ളൂ. ടീച്ചേഴ്സിനും ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവരൊക്കെ നോക്കണം. അവർ ദൂരങ്ങളിൽ നിന്ന്, ഇപ്പോൾ സൈനു സാറൊക്കെ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്തേക്ക് വരുന്നത്, കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ അവർക്കൊക്കെ എന്തുണ്ടെന്നറിയോ, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളാണ്, ഒരു പ്രതിസന്ധി, ക്രൈസിസ് ആണത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ 999 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏതിനും MS നിങ്ങളെ കൂടെ ഉണ്ട്, റെഡിയാണ്. ഇനി സാർ എനിക്ക് പൈസ ഒന്നും തന്ന് ജോയിൻ ചെയ്യാൻ എൻ്റെ പാരൻസ് സമ്മതിക്കുന്നില്ല, പാരൻസിനോട് പറയുക, MS-ൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. പാരൻസിനോട് ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് പറയുക, സിൻസിയറായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കോഴിക്കോട് കൊടുവള്ളിയിലേക്ക് വരാൻ പറയാം, അവിടെ ഉണ്ട് MS. ഇനി അതല്ല പാരൻസിൻ്റെ കയ്യിൽ പൈസ ഇല്ല സാർ, ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 7:15 മുതൽ 8:45 വരെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലേക്ക് കയറുക. അതിലുള്ള ചോദ്യങ്ങളെങ്കിലും നീ പഠിക്ക്, നിന്നെ മാക്സിമം ഒരു A ഗ്രേഡിലേക്കെങ്കിലും എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. ആ ചോദ്യങ്ങളില്ലാത്തൊരു ഓണപ്പരീക്ഷയില്ല എന്ന് നീ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ MS ഉണ്ട്, വേറൊന്നും നിങ്ങൾ നോക്കണ്ട. സോ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്നൊക്കെ പറയുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് തുടങ്ങണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഗദർ. ഓക്കെ ആണല്ലോ? സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. കമന്റ് ഇടാൻ മറക്കരുത്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.